മാള കുഴൂരിൽ ലൈംഗികാതിക്രമം എതിർത്ത കുട്ടിയെ കൊലപ്പെടുത്തിയ 20 വയസ്സുകാരനെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. പ്രതിയെ ആക്രമിക്കാൻ ശ്രമിച്ച നാട്ടുകാരെ പോലീസ് തടഞ്ഞു. പോലീസും നാട്ടുകാരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. സ്വർണ്ണപ്പള്ളം മഞ്ഞളി അജീഷിന്റെ മകൻ എയ്ബലാണ് ഇന്നലെ ദാരുണമായി കൊല ചെയ്യപ്പെട്ടത്. സംഭവത്തിൽ കുഴൂർ കൈതാരത്ത് ജോജോയെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. നാട്ടുകാർ രോഷാകുലരായ സാഹചര്യത്തിൽ ജോജോയെ പോലീസിന്റെ വൻ സുരക്ഷാ സന്നാഹത്തോടെയാണ് സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. ലൈംഗിക അതിക്രമം എതിർത്ത കുട്ടിയെ വീടിനു സമീപത്തെ ചെളി നിറഞ്ഞ കുളത്തിൽ ചവിട്ടിത്താഴ്ത്തുകയായിരുന്നുവെന്നാണ് ജോജോ പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് മുതൽ കുട്ടിയെ കാണാതായതിനെ തുടർന്ന് പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ നടത്തിയ തിരച്ചിലിൽ വീടിനടുത്തുള്ള കുളത്തിൽ രാത്രി 9:30 കുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. തിരച്ചിലിൽ ജോജോയും ഒപ്പമുണ്ടായിരുന്നു. എങ്കിലും നാട്ടുകാർക്ക് ഇയാളുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നുകയും വിവരം പോലീസിൽ അറിയിക്കുകയും ചെയ്തു. വിശദമായ പരിശോധനയിൽ ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് താനാണ് കൊല ചെയ്തതെന്ന് സമ്മതിച്ചത്. വൈകിട്ട് 6 മണിക്ക് ശേഷം കൂട്ടുകാർക്കൊപ്പം കളിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാണ് എയ്ബൽ വീട്ടിൽ നിന്നിറങ്ങിയത്. ഏറെ നേരം വൈകിട്ടും കുട്ടിയെ കാണാതായതോടെ വീട്ടുകാർ പോലീസിൽ വിവരമറിയിച്ചു. കളി കഴിഞ്ഞ് എയ്ബൽ നേരത്തെ വീട്ടിലേക്ക് മടങ്ങിയെന്നായിരുന്നു കൂടെ കളിച്ചിരുന്ന മറ്റു കുട്ടികൾ പോലീസിന് നൽകിയ മൊഴി. സിസിടിവിയിൽ എയ്ബൽ പ്രതി ജോജോയുമായി റോഡിൽ ഓടിക്കളിക്കുന്നതായുള്ള ദൃശ്യം പോലീസിന് ലഭിച്ചു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ കൈതാരത്ത് ജോജോയെ അറസ്റ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഇയാൾ നിരവധി കേസുകളിലെ പ്രതിയാണ്. അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ പോലീസിന്റെ സുരക്ഷാ വലയത്തിൽ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. തെക്കൻ താണിശ്ശേരി സെന്റ് സേവിയേഴ്സ് സ്കൂളിലെ UKG വിദ്യാർത്ഥിയാണ് എയ്ബൽ. അവനെന്താ ചെയ്തത്? അവന് താന്നുപോയാ? അപ്പൊ നീ എന്ത് ചെയ്തു? താന്നുപോയിപ്പോ അപ്പൊ അവന് കൊല്ലാൻ വേണ്ടി 3 പ്രാവശ്യം തിട്ടതല്ലേ?